ദേശീയ ചലച്ചിത്ര പുരസ്കാര നിർണയത്തിനെതിരെ നടി ഊർവശി വിമർശനം മുന്നോട്ട് വെച്ചു. എന്തു മാനദണ്ഡത്തിൽ അവാർഡ് തിരഞ്ഞെടുക്കുന്നുവെന്നും ഇത്രയും പ്രായമായാൽ ഇങ്ങനെ മതിയോ എന്നും ചോദ്യം ഉന്നയിച്ചു. മികച്ച നടി അല്ലെങ്കിൽ സഹനടി തിരഞ്ഞെടുപ്പിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ ഇല്ലെന്ന് ആരോപണം. ജൂറി തിരഞ്ഞെടുപ്പിൽ പക്ഷാപാതമുണ്ടെന്നും നടി ചൂണ്ടിക്കാട്ടി. നടി ഊർവശി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ സാധുതയെ ചോദ്യം ചെയ്തു. അവാർഡ് നിർണയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും പ്രോഗ്രസ് റിപ്പോർട്ടിലെ മാർക്കിംഗ് പോലെയാണോ ഇതുമെന്നും ഊർവശി ചോദിച്ചു. മികച്ച നടിക്കും സഹനടിക്കും അവാർഡ് ലഭിക്കുന്നത് എങ്ങനെയെന്നും ഇതിനൊരു വ്യക്തമായ മാനദണ്ഡമുണ്ടോ എന്നും ചോദ്യം. ചിലപ്പോൾ മാർക്ക് ബോധപൂർവം കുറച്ചിരിക്കുന്നുവെന്ന സംശയവും ഊർവശി പ്രകടിപ്പിച്ചു. സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ജൂറി ഈ വിഷയത്തിൽ വ്യക്തമായ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. 2024 ദേശീയ അവാർഡുകളിൽ ഊർവശിയുടെ ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് സഹനടിയുടെ പുരസ്കാരം ലഭിച്ചു. എന്നാൽ മികച്ച നടിയുടെ കാര്യത്തിൽ ബോളിവുഡ് താരം റാണി മുഖർജി തിരഞ്ഞെടുക്കപ്പെട്ടത് വിവാദമായി. പൃഥ്വിരാജ് സുകുമാരൻ ആടുജീവിതം സിനിമയിൽ പൂർണ്ണമായി അവഗണിക്കപ്പെട്ടത് വിമർശനങ്ങൾക്ക് കാരണമായി. അവാർഡ് മാനദണ്ഡങ്ങൾ വ്യക്തമല്ലെന്നും എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് തിരഞ്ഞെടുപ്പെന്നും ഊർവശി ആശയം മുന്നോട്ട് വെച്ചു. പക്ഷാപാത സംശയമായി ചില നടന്മാർ അല്ലെങ്കിൽ നടിമാർ എന്തുകൊണ്ട് തുടർച്ചയായി അവഗണിക്കപ്പെടുന്നുവെന്നും സർക്കാർ അല്ലെങ്കിൽ ജൂറിയുടെ ഉത്തരവാദിത്തം ഇതിനെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം വേണമെന്നും ഊർവശി ആശയം മുന്നോട്ട് വെച്ചു. ക്രിസ്റ്റോ ടോമി ഊർവശി ഒരു മികച്ച അഭിനേത്രിയാണെന്നും അവളുടെ ചോദ്യങ്ങൾ ന്യായമാണെന്നും പ്രതികരിച്ചു. സിനിമാ വ്യാപാര സംഘടനകൾ അവാർഡ് പ്രക്രിയയിൽ പരിഷ്കരണം വേണമെന്നും പ്രതികരണം അറിയിച്ചു. ഒരു പുതിയ തലമുറ ഈ ചോദ്യങ്ങൾ ചോദിക്കുമെന്നും അതിനാൽ ഇപ്പോൾ തന്നെ മാറ്റം വരുത്തണമെന്നും ഊർവശി മാധ്യമങ്ങളോട് പറഞ്ഞു.